പച്ചപ്പുതപ്പ് എന്ന പേരിൽ പുതിയ വനവൽക്കരണ ദൗത്യവുമായി ജീവനം നീലേശ്വരം പദ്ധതിയുടെ ഉപജ്ഞാതാവ് കടിഞ്ഞിമൂലയിലെ പി.വി. ദിവാകരൻ പടന്നക്കാട്ടെ കാസർഗോഡ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ബേബി ബാലകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന് മുമ്പേ തന്നെ പ്രകൃതിയെ പച്ചപ്പണിയിക്കാനുള്ള പരിശ്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനും ജീവനം നീലേശ്വരം പദ്ധതിയുടെ ഉപജ്ഞാതാവുമായ കടിഞ്ഞിമൂലയിലെ പി.വി. ദിവാകരൻ. പച്ചപ്പുതപ്പ് എന്ന പുതിയ പദ്ധതിയുമായാണ് ഇത്തവണ ഇദ്ദേഹം ഭൂമിക്ക് കവചമായി തണലൊരുക്കാനുള്ള ദൗത്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. തണലൊരുക്കം എന്ന ബാനറിൽ പ്രകൃതിയെ പച്ചപുതപ്പിക്കാനായി തന്റെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച 5000 ഫലവൃക്ഷ തൈകൾ വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ശനിയാഴ്ച പടന്നക്കാട്ടെ കാസർഗോഡ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ബേബി ബാലകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ നടന്ന ജൈവവൈവിധ്യ കോൺഗ്രസിൽ ഹരിത കേരളം നീലക്കുറിഞ്ഞി സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കക്കാട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥി അശ്വഘോഷിന് സ്വർണ്ണ ചെമ്പകത്തൈ നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത്, നീലേശ്വരം നഗരസഭ, ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ മരക്കാപ്പ് കടപ്പുറം, കോട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശാസ്ത്ര കാസർഗോഡ്, ചൂരിക്കാടൻ സ്മാരക ഗ്രന്ഥാലയം വൈക്കത്ത്, EMS ഗ്രന്ഥാലയം ചന്തേന, ശ്രീനാരായണ വിദ്യാലയം പടന്നക്കാട് എന്നീ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉദ്ഘാടന പരിപാടിയിലെത്തി വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. ദിവാകരനെ കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ജീനോം സേവിയർ അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരുപാട് പുതിയ മിയാവാക്കിയുടെ ഇതടക്കം വെക്കാനും അതേപോലെ തന്നെ പുതിയ വിത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനും ചെടികളെ പരിചയപ്പെടുത്താനും ഒക്കെ തന്നെ അദ്ദേഹം അതിൻ്റെ ഒക്കെ തന്നെ ശേഖരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജീനോം സേവിയർ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. ദിവാകരന് ഇവിടെ പരിപാടി വെക്കണം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആശുപത്രിയിലായതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വെച്ചത്. ഇവിടെ ആയുർവേദ ആശുപത്രി ആയതുകൊണ്ട് നമുക്കും അത്യാവശ്യമുള്ള മരങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് സ്ഥലപരിമിതി ഇവിടെയുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് പുറകുവശത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നല്ല ഇതുപോലുള്ള ലക്ഷ്മി തെങ്ങുകളിൽ വെച്ച് നല്ലൊരു ഗാർഡൻ ആക്കണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ചടങ്ങിൽ നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാൻ പി. മുഹമ്മദ് റാഫി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, നീലേശ്വരം നഗരസഭാ കൗൺസിലർ MK വിനയരാജ്, ഭാരതീയ ചികിത്സാ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ DC ദീപ്തി, പരിസ്ഥിതി പ്രവർത്തകനും പ്രൊഫസർ സുരേന്ദ്രനാഥ്, K. ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജീവനം പദ്ധതിയുടെ കൺവീനറുമായ കൊടക്കാട് നാരായണൻ സ്വാഗതവും ഡയറക്ടർ ദിവാകരൻ നീലേശ്വരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.